guys, welcome to SDR Radio. SDR Radio മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബയോളജിയിലെ ഒന്നാമത്തെ പാഠമായ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന പാഠത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺ എന്നൊരു ഇഷ്യൂ വരെ എന്നൊരു ടോപ്പിക് വരെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒരു വീഡിയോ അതിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിർദ്ദേശങ്ങളിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് പറ്റുന്നത്ര ഞാനത് സ്വീകരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഷെയർ ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഉപകാരപ്രദമാകുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിന്ന് കിട്ടാനുള്ള ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടാനുള്ള സപ്പോർട്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഷെയറിങ്ങിലൂടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും ലൈക്കിലൂടെയെല്ലാം മറ്റുമാണ് എൻ്റെ ചാനൽ മുന്നോട്ടുള്ള പോക്കും, എൻ്റെ വളർച്ചയും എൻ്റെ ചാനലിലെ വളർച്ചയും എൻ്റെ മുന്നോട്ട് പോക്കും ചാനലിലെ മുന്നോട്ട് പോക്കും എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അധികം വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ പാട്ടാണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് ഈസ് നെർവ്സ് ആൻഡ് ഇറ്റ്സ് പെക്യുലാരിറ്റീസ്. നെർവ്സും അതിൻ്റെ വിവിധ ടൈപ്പിലുള്ള നെർവുകളും അതിൻ്റെ പെക്യുലാരിറ്റികളുമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണുക, ഇത് കാണുന്ന ടീച്ചർ കഴിഞ്ഞ വീഡിയോയും കാണണം. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് മാത്രമാണ് കാണാൻ ആഗ്രഹമുള്ളവരെങ്കിൽ പാർട്ട് 2 മാത്രമായിട്ട് കാണുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ന്യൂറോണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് വൺ ഈസ് നെർവ്സ് ആൻഡ് ഇറ്റ്സ് പെക്യുലാരിറ്റീസ്. അതായത് നെർവ് അല്ലെങ്കിൽ നാഡികളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാൻ പറ്റും. മൂന്നായിട്ടാണ് നാഡികളെ നാം തരംതിരിക്കുന്നത്. ആ മൂന്നെണ്ണം ഏതെല്ലാം എന്നാണ് നമ്മളെ ഈ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഈസ് സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദക നാഡി. അതിനുമുമ്പ് ഈ നെർവിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നെർവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നെർവ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. നെർവ് എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു ബണ്ടലാണ് നെർവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ്. അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാഡീതന്തു എന്ന് പറയും. നാഡീതന്തു എന്ന് നെർവ് ഫൈബേഴ്സിന് മലയാളത്തിൽ പറയും. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നാഡീതന്തു എന്ന് നമ്മൾ പറയും. ഈ നെർവ് ഫൈബേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു ബണ്ടലാണ് നെർവ്സ് എന്ന് നമ്മൾ പറയുന്ന നെർവ് എന്ന് പറയുന്ന നാഡി. അപ്പോൾ നെർവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ നെർവിന്റെ വിവിധ പാർട്ടുകളിലോട്ട് വിവിധ ടൈപ്പുകളിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൻസറി നെർവ്. സെൻസറി നെർവ് പറഞ്ഞാൽ സംവേദക നാഡി. സംവേദക നാഡി എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്? ഫോർമഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. സംവേദക നാഡി തന്തുക്കൾ, സെൻസറി നെർവിന്റെ ഫൈബേഴ്സ്, സംവേദക നാഡിയുടെ തന്തുക്കൾ, സെൻസറി നെർവിന്റെ ഫൈബേഴ്സ്, അതായത് സംവേദക നാഡിയുടെ തന്തുക്കൾ, അവയാണ് സെൻസറി നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ സംവേദക നാഡി തന്തു എന്ന് പറയുന്നത്. സെൻസറി നെർവ് ഫൈബേഴ്സിനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സെൻസറി നെർവ്. സിമ്പിൾ അല്ലേ? സെൻസറി നെർവിന്റെ ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സെൻസറി നെർവ്. അതിന്റെ സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സംവേദക നാഡിയുടെ ഫംഗ്ഷൻ എന്താണ്? ക്യാരീസ് ഇമ്പൾസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും, അതായത് മസ്തിഷ്കത്തിലോട്ടും സുഷുമ്നയിലോട്ടും മസ്തിഷ്കത്തിലോട്ടും ഈ ഇമ്പൾസിനെ എത്തിക്കുക എന്നതാണ് സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ. മോട്ടോർ നെർവ്. നെക്സ്റ്റ് ഈസ് മോട്ടോർ നെർവ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ പ്രേരക നാഡി. പ്രേരക നാഡി എന്തുകൊണ്ടാണ് ഫോം ആയിട്ടുള്ളത്? ഫോർമഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. മോട്ടോർ നെർവ് അതായത് പ്രേരക നാഡി തന്തുക്കൾ മോട്ടോർ നെർവ് ഫൈബേഴ്സിനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് മോട്ടോർ നെർവ്. ക്യാരീസ് ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഇമ്പൾസിൽ എത്തിക്കുക എന്നതാണ് മോട്ടോർ നെർവിന്റെ അതായത് പ്രേരക നാഡിയുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് മിക്സഡ് നെർവ്. മിക്സഡ് നെർവ് പറഞ്ഞാൽ ഫോർമഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്.
ഈ സെൻസറി നെർവ് ഫൈബേഴ്സും മോട്ടോർ നെർവ് ഫൈബേഴ്സും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മിക്സഡ് നെർവ്. അതായത് സംവേദക നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും കൂടി ചേർന്ന ഒരു മിക്സഡ് നെർവാണ്, ഒരു മിക്സ് ആയിട്ടുള്ള ഈ രണ്ട് തന്തുക്കളും കൂടി ചേർന്നുള്ള ഒരു നെർവാണ് മിക്സഡ് നെർവ്. അതിന്റെ ഫംഗ്ഷൻ എന്ത്? carries impulse to and from the brain and spinal cord. ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡ് അതായത് മസ്തിഷ്കത്തിലോട്ടും സുഷുമ്നയിലോട്ടും എത്തിക്കുക, ഈ ഇമ്പൾസിനെ എത്തിക്കുക, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോവുക. രണ്ട് ഭാഗത്തോട്ടും രണ്ട് ഡയറക്ഷനും ഉള്ള ആളാണ് മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂ നെർവ്സ് ആൻഡ് ഇറ്റ് പെക്യുലാരിറ്റീസ് എന്നൊരു ഇഷ്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് ഇഷ്യൂ ഈസ് നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. The nervous system consists of two parts, namely central nervous system and peripheral nervous system. നമ്മുടെ നാഡീവ്യവസ്ഥയെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഇതിലെല്ലാം രണ്ടായി തരംതിരിക്കുന്നതല്ല. ഈ നാഡീവ്യവസ്ഥയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മലയാളം പഠിക്കാൻ ശ്രദ്ധിക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നാഡീവ്യവസ്ഥ. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ തന്നെയാണ്, പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇങ്ങനെ രണ്ടായി തരംതിരിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ബ്രെയിനും സ്പൈനൽ കോഡും, അതായത് മസ്തിഷ്കവും സുഷുമ്നയുമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റം അതായത് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 12 പെയർ, അതായത് 12 പെയർ ക്രാനിയൽ നെർവ്, 12 ജോഡി ശിരോനാഡികളും 31 പെയർ സ്പൈനൽ നെർവ്സ്, 31 ജോഡി സുഷുമ്ന നാഡികളും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നു. ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എന്തെല്ലാം കാണപ്പെടുന്നു? ബ്രെയിനും സ്പൈനൽ കോഡും, മസ്തിഷ്കവും സുഷുമ്നയും. പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെ കാണപ്പെടുന്നു? 12 പേർ ക്രാനിയൽ നെർവ്സ് അതായത് ശിരോനാഡി, 12 പേർ ശിരോനാഡിയും 31 പേർ സ്പൈനൽ നെർവ്, 31 ജോഡി സുഷുമ്ന നാഡി കാണപ്പെടുന്നു പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ. അതോടുകൂടി നെർവസ് സിസ്റ്റം എന്നൊരു ഇഷ്യൂ കൂടി കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ഇഷ്യൂ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പാർട്സ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മൾ ഈ നാഡീവ്യവസ്ഥയെ കുറിച്ചാണ് പ്രധാനമായി ഈ പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയുടെ സെൻട്രൽ കേന്ദ്രമാണ്, അതിന്റെ സെന്ററാണ്, അതിൻ്റെ ഒരു കേന്ദ്രമാണ് ബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ബ്രെയിൻ ആണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബ്രെയിൻ ഒരു തലയോട്ടി അല്ലെങ്കിൽ തലയോട്ടിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടത്, സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് തലയോട്ടിയുടെ ഉള്ളിലാണ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്, 3 ലെയർഡ് മെംബ്രെയിൻ. സ്കളിൽ നിന്ന് ബ്രെയിനെ പുറത്തേക്ക് എടുത്താലൊന്നും ബ്രെയിനെ കാണില്ല, കാരണം ബ്രെയിനെ 3 ലെയർ ഉള്ള ഒരു മെംബ്രെയിനെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അത് ഒരു 3 ലെയറുള്ള മെംബ്രെയിൻ ബ്രെയിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ 3 ലെയറുള്ള മെംബ്രെയിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ഇന്നർ മെംബ്രെയിനിലെല്ലാം ഒരു സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് എന്ന പേരിലുള്ള ദ്രാവകം, സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് എന്ന് തന്നെ പറയാം. സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിനെ കൊണ്ട് ഈ മെനിഞ്ചസിന്റെ ഇന്നർ മെംബ്രെയിനിലെല്ലാം ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് വേറെ ഭാഗത്തുമുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ അറകൾ, അതായത് മസ്തിഷ്ക അറകളിലും ഈ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിനെ കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രെയിന് മെനിഞ്ചസ് എന്നൊരു 3 ലെയറുള്ള മെംബ്രെയിൻ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മെംബ്രെയിൻ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് ഉണ്ട്. ബ്രെയിനിന്റെ അറകളിൽ, അതായത് മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The cerebrospinal fluid formed from the blood reabsorbed to the blood. അതായത് സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നുണ്ടാകുന്നു, ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്. ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട് ഈ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ്. The function of the cerebrospinal fluid are to provide nutrition and oxygen to the tissue of the brain. ഈ സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബ്രെയിനിന് വേണ്ട
ബ്രെയിനിന് വേണ്ട ഓക്സിജനും ന്യൂട്രീഷൻസും കൊടുക്കുക. അതായത് ബ്രെയിനിന് വേണമല്ലോ ഓക്സിജൻ ന്യൂട്രീഷൻസ് ഉണ്ടാവും. അപ്പോൾ ബ്രെയിനിന് വേണ്ട ഓക്സിജനും ന്യൂട്രീഷൻസും എത്തിക്കുക എന്നതാണ് സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉണ്ട് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണല്ലോ, അതിനനുസരിച്ച് പ്രഷറും ബ്രെയിനുള്ളിൽ ഉണ്ടാകും. ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, ആ പ്രഷറിനെ കുറക്കുക, അല്ലെങ്കിൽ കൂടിയാൽ കുറക്കുക, അങ്ങനെ പ്രഷർ തലച്ചോറിനുള്ളിലെ മസ്തിഷ്കത്തിനുള്ളിലെ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക എന്നതും സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷനാണ്. പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. അപ്പോൾ ഈ ആഘാതങ്ങളിൽ നിന്ന്, ഇഞ്ചുറീസിൽ നിന്ന് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നതും സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടി കഴിഞ്ഞു. സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് എന്നൊരു ഇഷ്യൂ കൂടി കഴിഞ്ഞു. ഇനി ബ്രെയിനിന്റെ പാർട്സുകളെ കുറിച്ചാണ്, ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച്, ആ ഭാഗങ്ങളെ കുറിച്ചുള്ള വിശദീകരണം, അവയുടെ ഫംഗ്ഷനുകൾ എന്തെല്ലാം എന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് ബ്രെയിനിലെ ഫസ്റ്റ് പാർട്സുകളെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് സെറിബ്രം. സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. തലച്ചോറിലെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ന്യൂമറസ് ഫിഷസ് ആൻഡ് ഹോൾസ് ആർ സീൻ. ഒരുപാട് മടക്കുകളും ചുളിവുകളും എല്ലാം കാണപ്പെടുന്നു. ഈ ദ ഗ്രേ കളർ ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഇസ് കോൾഡ് കോർട്ടെക്സ്. അതായത് സെറിബ്രത്തിന്റെ പുറംഭാഗം ഗ്രേ കളറാണുള്ളത്. ഈ ഗ്രേ കളറിലുള്ള പുറംഭാഗം നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. വൈറ്റ് കളർ ഇന്നർ പാർട്ട് ഇസ് കോൾഡ് മെഡുല. അതായത് സെറിബ്രത്തിന്റെ ഉൾഭാഗം വെള്ള കളറാണുള്ളത്, വൈറ്റ് കളറാണുള്ളത്. ഈ ഭാഗം നമ്മൾ മെഡുല എന്ന് വിളിക്കുന്നു. പുറംഭാഗം ഗ്രേ കളർ, അത് കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. ഉൾഭാഗം വൈറ്റ് കളർ, അത് നമ്മൾ മെഡുല എന്ന് വിളിക്കുന്നു. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. നമ്മുടെ ചിന്തയുടെയും മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിന്തയുടെയും ഭാവനയുടെയും ചിന്തയുടെയും ഭാവനയുടെയും മെമ്മറിയുടെയും ഇന്റലിജൻസിന്റെ എല്ലാം കേന്ദ്രമാണ്, അതിന്റെ സെന്ററാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇവോക്സ് സെൻസേഷൻ. നമ്മൾ സെൻസേഷന് റെസ്പോൺസ് ഉണ്ടാകുന്ന പറഞ്ഞിരുന്നു. അപ്പോൾ സെൻസേഷനെ ഉളവാക്കുക, സെൻസേഷൻ ഉണ്ടാക്കുക എന്നതും സെറിബ്രത്തിന്റെ ഒരു ഫംഗ്ഷനാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. അതായത് വോളണ്ടറി മൂവ്മെന്റ്സ്, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നതിനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് വോളണ്ടറി മൂവ്മെന്റ്സ്, അതായത് ഐച്ഛിക ചലനങ്ങൾ. നമ്മുടെ ഇഷ്ടത്തിന് അല്ലാതെ ചലിപ്പിക്കാൻ പറ്റുന്നത് ഇൻവോളണ്ടറി മൂവ്മെന്റ്. ഇങ്ങനെ ഇൻവോളണ്ടറി മൂവ്മെന്റും വോളണ്ടറി മൂവ്മെന്റ്, ഐച്ഛിക ചലനങ്ങളും അനൈച്ഛിക ചലനങ്ങളും എന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഐച്ഛിക ചലനം, അതായത് വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. സെറിബ്രം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് സെറിബെല്ലം. സെറിബെല്ലം ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ നമ്മുടെ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് ടു ഫ്ലാപ്സ്. സെറിബ്രത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ പുറകിൽ രണ്ട് ദളങ്ങളായാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ഫിഷസ് ആൻഡ് ഗ്രൂപ്സ് ആർ പ്രസന്റ്. ഒരുപാട് മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന സ്ഥലമാണ് സെറിബെല്ലം. സെറിബെല്ലം ഒരുപാട് മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന സ്ഥലമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കോഓർഡിനേറ്റ് ദ മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അതായത് മസ്കുലർ ആക്ടിവിറ്റി, നമ്മുടെ പേശി പ്രവർത്തനം കോഓർഡിനേറ്റ് ചെയ്യുക, അതായത് ഏകോപിപ്പിക്കുകയും നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി പേശി പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് നമ്മുടെ ശരീരത്തിന്റെ തുലനില മെയിൻറ്റെയിൻ ചെയ്യുക എന്നതുമാണ് സെറിബെല്ലത്തിന്റെ വേറൊരു ഫംഗ്ഷൻ. ഇതോടെ സെറിബെല്ലം പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് മെഡുല്ല ഒബ്ലാങ്കട്ട. The rod-shaped medulla oblongata is seen below the cerebrum, located near the cerebellum. സെറിബെല്ലത്തിന്റെ നേരെയും എന്നാൽ സെറിബ്രത്തിന്റെ താഴെ അല്ലെങ്കിൽ പുറകിലുമായാണ് മെഡുല്ല ഒബ്ലാങ്കട്ട കാണപ്പെടുന്നത്. മെഡുല്ല ഒബ്ലാങ്കട്ട റോഡ് ഷേപ്പിലാണ് മെഡുല്ല ഒബ്ലാങ്കട്ട കാണപ്പെടുന്നത്. മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻ ലൈക്ക് ഹേർട്ട് ബീറ്റ് ബ്രീതിങ് എക്സെട്ര. അതായത് മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ അനൈച്ഛിക ചലനങ്ങൾ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് തലാമസ്, സിറ്റുവേറ്റഡ് ബിലോ സെറിബ്രം. സെറിബ്രത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ താഴെ ആണ് തലാമസ് സ്ഥിതി ചെയ്യുന്നത്. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലോട്ടുള്ളതും സെറിബ്രത്തിൽ നിന്നുള്ളതുമായ ഇമ്പൾസുകളുടെ റിലേ സ്റ്റേഷനായി
പ്രവർത്തിക്കുകയാണ് തലാമസ് ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷൻ. തലാമസിന്റെ വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ analyzes the impulses from various parts of the body and sends the important ones to the cerebrum. അതായത് ഒരുപാട് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസുകൾ വരുന്നുണ്ട്. അവയെല്ലാം ശേഖരിച്ച് അവയിൽ നിന്ന് പ്രധാനപ്പെട്ടതിനെ മാത്രം സെറിബ്രത്തിലോട്ട് കടത്തിവിടുക എന്നതാണ് തലാമസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോതലാമസ്, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ തലാമസ്. തലാമസിന്റെ തൊട്ട് പുറകിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ ആണ് ഹൈപ്പോതലാമസ് സ്ഥിതി ചെയ്യുന്നത്. പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതിയുടെ മെയിൻ്റനൻസിൽ ഒരു മേജർ റോളാണ് ഹൈപ്പോതലാമസ് മേജർ റോളാണ് വഹിക്കുന്നത്. ആന്തര സമസ്ഥിതി അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസിന്റെ മെയിൻ്റനൻസിൽ ഒരു മേജർ റോളാണ് ഹൈപ്പോതലാമസ് വഹിക്കുന്നത്. ഇതോടുകൂടി ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പാർട്സ് എന്നൊരു ഇഷ്യൂ കൂടി കഴിഞ്ഞു. നെക്സ്റ്റ് ഇഷ്യൂ ഈസ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ദ സ്പൈനൽ കോഡ് ഇസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദിസ് മെഡില്ല ഒബ്ലാങ്കട്ട. മെഡില്ല ഒബ്ലാങ്കട്ട എന്താണെന്ന് പറഞ്ഞു. ആ മെഡില്ല ഒബ്ലാങ്കട്ടന്റെ കണ്ടിന്യൂഷൻ, അതിന്റെ തുടർച്ചയാണ് സ്പൈനൽ കോഡ് എന്ന് നമ്മൾ പറയുന്നത്. ദ സ്പൈനൽ കോഡ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. അതായത് നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിലാണ് സ്പൈനൽ കോഡ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഇസ് ഓൾസോ കവർഡ് ബൈ മെനിഞ്ചസ്. നമ്മുടെ മസ്തിഷ്കത്തിന് പോലെ, തലച്ചോറിനെ പോലെ ഈ സ്പൈനൽ കോഡും മെനിഞ്ചസ് എന്താണെന്ന് പറഞ്ഞു. ആ മെനിഞ്ചസിനെ കൊണ്ട് സ്പൈനൽ കോഡും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്. മെനിഞ്ചസ് സ്പൈനൽ കോഡിന് പൊതിയപ്പെട്ടിട്ടുണ്ട്. The central canal seen in the center of the spinal cord is also filled with cerebrospinal fluid. സ്പൈനൽ കോഡിന്റെ നടുവിൽ കാണപ്പെടുന്ന കനാൽ അല്ലെങ്കിൽ ചാല് സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡിനെ കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The central canal seen in the center of the spinal cord is also filled with spinal cord. നടുവിൽ കാണപ്പെടുന്ന സ്പൈനൽ കോഡിന്റെ, അതായത് സുഷുമ്നയുടെ, സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്നയാണ്, മലയാളം പഠിക്കാൻ ശ്രദ്ധിക്കുക. സുഷുമ്നയുടെ നടുവിൽ കാണപ്പെടുന്ന ചാലും സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. In the spinal cord, white matter is seen outside and grey matter is seen inside. അതായത് ഈ സ്പൈനൽ കോഡ് സുഷുമ്നയുടെ കാര്യത്തിൽ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ ഉള്ളിലുമാണ് കാണപ്പെടുന്നത്. There are 31 pairs of spinal nerves arising from the spinal cord. സ്പൈനൽ കോഡിൽ നിന്ന് 31 ജോഡി സ്പൈനൽ നാഡികൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് 31 ജോഡി. A dorsal root and a ventral root joint form a spinal nerve. അതായത് ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടുമാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകാൻ സഹായിക്കുന്നത്. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടുമാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകാൻ ആവശ്യമായത്. സെൻസറി ഇമ്പൾസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ടിലൂടെ സെൻസറി ഇമ്പൾസുകൾ, സെൻസറി ഇമ്പൾസും സെൻസറി നെർവിനെ കുറിച്ചും മോട്ടോർ നെർവിനെ കുറിച്ചും സെൻസറി ഇമ്പൾസിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം. ഈ സെൻസറി ഇമ്പൾസ് സ്പൈനൽ കോഡിലൂടെ ഡോർസൽ റൂട്ടിലൂടെ സ്പൈനൽ കോഡിലോട്ട് എത്തുന്നു. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. മോട്ടോർ ഇമ്പൾസുകൾ സ്പൈനൽ കോഡിൽ നിന്ന് വെൻട്രൽ റൂട്ട് വഴി പുറത്തേക്ക് പോകുന്നു. ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ്. അതായത് നമ്മുടെ ഈ ഇമ്പൾസുകൾ ഒരുപാട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസുകളെല്ലാം ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലോട്ട് പോകുന്നുണ്ട്. It also coordinates the repeated movements during walking, running, etc. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴെല്ലാം ഒരേ ഒരു ചലനം തന്നെയാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ഒരേ ചലനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പീറ്റഡ് ആക്ഷനെ കോഓർഡിനേറ്റ് ചെയ്യുക, അതായത് ഏകോപിപ്പിക്കുക, അതിനെ നല്ല വൃത്തിക്ക് പ്രവർത്തിപ്പിക്കുക എന്നതും സ്പൈനൽ കോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഇതോടുകൂടി സ്പൈനൽ കോഡ് എന്നൊരു ഇഷ്യൂ കൂടി കഴിയുകയാണ്. അടുത്ത ഇഷ്യൂ ഈസ് റിഫ്ലക്സ് ആക്ഷൻ. എന്ന് പറഞ്ഞാൽ റിഫ്ലക്സേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു നായ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ നേരെ ചാടാൻ വേണ്ടി നിങ്ങളുടെ നേരെ ഓടാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും? നിങ്ങൾ ആകെ വിയർക്കും, നല്ലോണം തൊണ്ടലം വരണ്ടുണ്ടാവും, നാവ് വരണ്ടുണ്ടാവും,
നമ്മുടെ ഉണ്ണുനീരിന്റെ എല്ലാം അളവ് കുറഞ്ഞ നാവ് വരണുണ്ടാവും, തൊണ്ട വരണ്ടുണ്ടാവും, വിയർത്തിട്ടുണ്ടാവും. ചില ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരുന്ന് വിറക്കുന്നതാണ്. ഈ നായി പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരെ മുട്ടുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതാണ് വിറച്ചിട്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കളിക്കുമ്പോഴോ അങ്ങനെ മറ്റു പുറത്തേക്ക് പോകുമ്പോഴോ മുന്നിലൊരു പാമ്പിനെ കണ്ടാലും ഒരു അവസ്ഥ പേടിച്ച് നമ്മൾ അപ്പൊ തന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തു കൊണ്ടുവരണം. നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ കൂടും, നമ്മൾ കിതക്കും നല്ലോണം, പിന്നെ ശ്വാസം നല്ലോണം വലിക്കും വിടുകയും ചെയ്യും. അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കും? മാറ്റങ്ങൾക്ക് കാരണമുണ്ട്, ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനം ഉണ്ടല്ലോ, അതെല്ലാമാണ് ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ പറയാനുള്ളത്. The accidental and involuntary response toward the stimuli are called reflexes. ആകസ്മികമായും ഇച്ഛാനുസരണമല്ലാത്ത ആക്ഷനുകളെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ആകസ്മികമായി പെട്ടെന്ന് നമ്മൾ തന്നെ അറിയാതെ പെട്ടെന്നും ഇച്ഛാനുസരണം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ ആക്ഷനുകളാണ് ഇവ, അല്ലെ? ആ ഒരു നാല് കണ്ട് പേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ആരായാലും പേടിച്ചു പോകുക. അങ്ങനെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്, ഇച്ഛാനുസരണം അല്ലാത്ത ഒരു മൂവ്മെന്റ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. റിഫ്ലെക്സ് ആക്ഷന്റെ ഒരു പാത്വേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഴുകുതിരി കത്തുന്നു. ആ മെഴുകുതിരിന്റെ തീനാളത്തിന് മുകളിൽ ഞാൻ കൈവെക്കുന്നു. ആ തീനാളത്തിന് മുകളിൽ ഞാൻ കൈവെക്കുമ്പോൾ കുറച്ചു നേരം കൈവെക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വീഡിയോ കുറച്ചു നേരം പറഞ്ഞിരുന്നു, കൈ പൊള്ളി ഞാൻ കൈ കൊടയുന്നു, ഊതുന്നു എന്നെല്ലാം ചെയ്തു. ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു കുട്ടി ഒരു വിരല് തീനാളത്തിന് മുകളിൽ വെക്കുന്നതാണ് ചിത്രം. അതിൽ നമ്മുടെ വിരലിൽ ഉണ്ടാകുന്ന റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ തീ കൊണ്ട് പൊള്ളി എന്നുള്ള ഒരു മെസ്സേജ് വിടുന്നു. ജനറേറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണ്. ആ ഇമ്പൾസിനെ വിടുന്നു. റിസപ്റ്റേഴ്സ് ജനറേറ്റ് ഇമ്പൾസ്. അത് നേരെ സ്പൈനൽ ന്യൂറോണിലോട്ട് എത്തുന്നു. സ്പൈനൽ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ക്യാരിസ് ഇമ്പൾസ് ടു സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലോട്ട് നേരെ ഈ ഇമ്പൾസിനെ എത്തിക്കുന്നു. ഈ സ്പൈനൽ കോഡിൽ ഒരു ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇന്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഈ സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ന്യൂറോണാണ് ഇന്റർ ന്യൂറോൺ. ഇവ ഈ തിരികെ പോകാനുള്ള മെസ്സേജുകളെ വേഗം കൂട്ടാനും ക്വിക്കായിട്ട് ചെയ്യാനും എല്ലാം ഈ ഇന്റർ ന്യൂറോൺ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റർ ന്യൂറോണിലോട്ട് ഈ മെസ്സേജ് ഇമ്പൾസ് എത്തുന്നു. അപ്പോൾ സ്പൈനൽ കോഡ് അതിന് വേണ്ട എന്താണ് തിരിച്ചു കൊടുക്കേണ്ട മെസ്സേജ് എന്നെല്ലാം നോക്കി സ്പൈനൽ കോഡ് മോട്ടോർ ന്യൂറോണിലൂടെ തിരിച്ച് മോട്ടോർ ന്യൂറോണിലൂടെ തിരിച്ച് മെസ്സേജ് കൊടുക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യും? ക്യാരീസ് ഇൻഫോർമേഷൻ ടു ഫ്രോം ദ സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. അതുമായി ബന്ധപ്പെട്ട മസിലിലോട്ട് മോട്ടോർ ന്യൂറോൺ ഇമ്പൾസിനെ സ്പൈനൽ കോഡിൽ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ ഈ മോട്ടോർ ന്യൂറോണോട് ഇമ്പൾസ് പോയി റിലേറ്റഡ് അതുമായി ബന്ധപ്പെട്ട മസിലെത്തും, അതുമായി ബന്ധപ്പെട്ട പേശികളിലെത്തുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ എക്സാമ്പിൾ കൊടുത്തത് കൈയിൻ്റെ പേശിയാണ്. അപ്പോൾ ഈ കൈയിൻ്റെ പേശികളിൽ എത്തുമ്പോൾ കൈയിൻ്റെ പേശി എന്ത് ചെയ്യുന്നു? ഈ മെസ്സേജ് കിട്ടുമ്പോൾ കൈയിൻ്റെ പേശി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കൈ വലിക്കുന്നു. അങ്ങനെ റിലേറ്റഡ് മസിൽ വിത്ത്ഡ്രോസ് ദ ഹാൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽ. മസിലിന്റെ ആക്ഷൻ കാരണം കൈ വലിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒരു റിഫ്ലെക്സ് ആക്ഷന്റെ പാത്വേ. ഈ പാത്വേക്ക് ഒരു പേരുണ്ട്. എന്താണെന്ന് വെച്ചാൽ റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് എന്നാണ് ഈ പാത്വേന്റെ പേര്. റിഫ്ലെക്സ് ആർക്ക് ഇസ് ദ പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷന്റെ ഇമ്പൾസിന്റെ പാത്വേ ആണ് റിഫ്ലെക്സ് ആർക്ക്. മെയിൻലി ദ സ്പൈനൽ കോഡ് ആക്ട് ആസ് ദ സെൻട്രൽ ഓഫ് ദ റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷന്റെ സെൻട്രായി ഒരു കേന്ദ്രമായി പ്രധാനമായും പ്രവർത്തിക്കുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡാണ് പ്രധാനമായും ഇതിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. And such reflexes are called spinal reflexes. ഇതുപോലെയുള്ള റിഫ്ലെക്സസിനെ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് വിളിക്കുന്നു. സ്പൈനൽ കോഡിന്റെ അണ്ടറിലുള്ള റിഫ്ലെക്സസിനെ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് വിളിക്കുന്നു. പക്ഷെ എല്ലാ റിഫ്ലെക്സുകളും സ്പൈനൽ കോഡിന്റെ അണ്ടറിലല്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കണ്ണിലോട്ട് ഇപ്പോൾ ഒരു ടോർച്ച് അടിച്ച് നമ്മൾ കണ്ണ് ചിമ്മി പോകും. നമ്മുടെ കണ്ണിലോട്ട് എന്തെങ്കിലും സാധനം നമ്മൾ കണ്ണ് ചിമ്മും. അങ്ങനെയുള്ള റിഫ്ലെക്സുകളെല്ലാം സ്പൈനൽ കോഡിന്റെ അണ്ടറിലല്ല. അവ സെറിബ്രത്തിന്റെ അണ്ടറിലാണ്. സെറിബ്രത്തിന്റെ കൺട്രോളാണ് ഇതുപോലുള്ള റിഫ്ലെക്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സെറിബ്രത്തിന്റെ അണ്ടറിലുള്ള റിഫ്ലെക്സുകളെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് നമ്മൾ വിളിക്കുന്നു. എന്താണ് സെറിബ്രൽ റിഫ്ലെക്സ്? റിഫ്ലെക്സ്. അതോടെ ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്നൊരു ഇഷ്യൂ കൂടി കഴിയുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം.
ഓട്ടോണമസ് നാഡീവ്യവസ്ഥ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. മലയാളം മീഡിയക്കാർക്ക് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നാടിനെ കണ്ടു അതുപോലെ വിയർക്കുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ബോധതലത്തിൽ പ്രവർത്തിക്കുന്ന ആക്ഷനുകളെല്ലാം ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. ഇങ്ങനെ അത്ര അറിഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ നിൽക്കണ്ട, അധികം ചിന്തിക്കാനൊന്നുമില്ല, എന്നാലും അങ്ങനെ പഠിച്ചാൽ മാത്രം മതി. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. കോൺഷ്യസ് ലെവലിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. എ പാർട്ട് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ദ സിമ്പത്തിക് സിസ്റ്റം ആൻഡ് ദ പാരാസിമ്പത്തിക് സിസ്റ്റം ടുഗദർ ഫോം ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സിമ്പത്തിക് സിസ്റ്റവും പാരാസിമ്പത്തിക് സിസ്റ്റവുമാണ്. പാരാസിമ്പത്തിക് സിസ്റ്റവും സിമ്പത്തിക് സിസ്റ്റവും ഒത്തുകൂടിയാണ് ഒരു സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ സിമ്പത്തിക് സിസ്റ്റത്തിനും പാരാസിമ്പത്തിക് സിസ്റ്റത്തിനും ഓരോ അവയവങ്ങളിലും ഉണ്ടാകുന്ന കൺട്രോൾ എന്തെല്ലാമാണെന്ന് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഒന്ന് വായിച്ചു പോകാം. ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയറക്റ്റ്. സിമ്പത്തിക് സിസ്റ്റത്തിൽ കാര്യങ്ങളാണ് വായിക്കുന്നത്. പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയറക്ട്സ്. കണ്ണിലെ പ്യൂപ്പിൾ ഡയറക്റ്റ് ആവും. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. നമ്മുടെ ഉമിനീര് അളവ് വർദ്ധിക്കും. ട്രക്കിയ എക്സ്പാൻസ്. നമ്മുടെ ശ്വാസനാളം എക്സ്പാൻഡ് ചെയ്യും, നല്ലോണം എക്സ്പാൻഡ് ചെയ്യും ശ്വാസനാളം. സിമ്പത്തിക് സിസ്റ്റത്തിലാണ്. പാരാസിമ്പത്തിക് സിസ്റ്റം അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇതെല്ലാം പറയുന്നതെല്ലാം ഞാൻ സിമ്പത്തിക് സിസ്റ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. ആമാശയ പ്രവർത്തനങ്ങൾ കുറയും. ഗ്ലൈക്കജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കജൻ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ സ്ലോസ് ഡൗൺ. നമ്മുടെ കുടലിലുള്ള പെരിസ്റ്റാൾസിസ് സ്ലോ ആവും. യൂറിനറി ബ്ലാഡർ റിഗൈൻസ് നോർമൽ സ്റ്റേറ്റ്. മൂത്രാശയം നോർമൽ സ്റ്റേറ്റിലോട്ട് എത്തും. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്. നമ്മുടെ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കും. ഇവയാണ് സിമ്പത്തിക് സിസ്റ്റത്തിലെ കാര്യങ്ങൾ. നിങ്ങൾ അതൊന്ന് വായിച്ച് ആ ടെക്സ്റ്റിലുള്ളത് പോലെ മനസ്സിലാക്കി വെക്കുക. ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ടെക്സ്റ്റിലുള്ളത് പോലെ മനസ്സിലാക്കി വെക്കുക. സിമ്പത്തിക് സിസ്റ്റം, നമ്മുടെ സിമ്പത്തിക് സിസ്റ്റത്തിലെ ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി പാരാസിമ്പത്തിക് സിസ്റ്റത്തിലെ ഓർഗൻസിനെ കുറിച്ച് പറയാം. ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്. കണ്ണിലെ കൃഷ്ണമണി കോൺട്രാക്ട് ചെയ്യും. സലൈവ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ സലൈവ ഇൻക്രീസ് ചെയ്യും. സിമ്പത്തിക് സിസ്റ്റത്തിൽ സലൈവ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്, അതായത് നമ്മുടെ ഉമിനീര് കുറയുക ചെയ്യുന്നത്. പാരാസിമ്പത്തിക് സിസ്റ്റത്തിൽ സലൈവ ഇൻക്രീസ് ചെയ്യുക, കൂടുക ചെയ്യുന്നത്. ട്രക്കിയ കോൺട്രാക്ട്സ്. നമ്മുടെ ശ്വാസനാളം കോൺട്രാക്ട് ചെയ്യും. ഹേർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. ഹേർട്ട് ബീറ്റ് നോർമൽ ആവും. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. ആമാശയ പ്രവർത്തനങ്ങൾ നോർമൽ ആവും. ഗ്ലൂക്കോസ് ഗ്ലൈക്കജനായിട്ട് കൺവേർട്ട് ആവും. പെരിസ്റ്റാൾസിസ് ഇൻറ്റെസ്റ്റൈനിലെ, അതായത് കുടലിലെ പെരിസ്റ്റാൾസിസ് നോർമൽ ആകും. യൂറിനറി ബ്ലാഡർ മൂത്രാശയം കോൺട്രാക്ട് ചെയ്യും. നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസ് ആവും. ഇവയാണ് സിമ്പത്തിക് സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ടെക്സ്റ്റ് നോക്കി അതിലുള്ളത് പോലെ മനസ്സിലാക്കി വെക്കുക. ഞാൻ വെറുതെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റിലുള്ളത് പോലെ മനസ്സിലാക്കി വെക്കുക ഈ ഒരു കാര്യം. അപ്പോൾ പാരാസിമ്പത്തിക് സിസ്റ്റം, സിമ്പത്തിക് സിസ്റ്റം എന്നുള്ളൊരു ഇഷ്യൂ കൂടി കഴിഞ്ഞു. നമ്മുടെ ഈ പാർട്ടിലെ ലാസ്റ്റ് ഇഷ്യൂസ് നെർവസ് ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ നെർവസുകൾ, നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ഒരുപാട് ഡിസോർഡർ, ഒരുപാട് തകരാറുകളും ഒരുപാട് രോഗങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. രോഗങ്ങളോ തകരാറുകളോ. ഫസ്റ്റ് ഡിസീസ് അൽഷീമസ്. എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? അൽഷീമസിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അക്യുമുലേഷൻ ഓഫ് ഇൻസുലിൻ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഒരു ഇൻസുലിബിൾ ആവാത്ത ചില ന്യൂറോണുകൾ, ചില പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നു. ഇവ കാരണം നമ്മുടെ ന്യൂറോൺസ് ഡിസ്ട്രോയ് ആകുന്നു, ന്യൂറോൺസുകൾ നശിച്ചു പോകുന്നു. ഇത് കാരണമാണ് അൽഷീമസ് രോഗം ഉണ്ടാകുന്നത്. അൽഷീമസ് രോഗത്തിന്റെ സിംറ്റം എന്താണെന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മെമ്മറിയാണ്.
പ്രധാനമാണ്. അതായത് മറവി, എല്ലാ ഓർമ്മകളെല്ലാം നശിച്ചു പോവുക. ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ പറ്റാതാവുക. ഇനബിലിറ്റി ടു റൂട്ടീൻ വർക്ക്സ്, അതായത് എല്ലാ ദിവസവും നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക. കുറെ കഴിയുമ്പോൾ താൻ ആരാണ്, ഞാൻ ആരാണ് എന്നൊരു ഒന്നുകൂടി അറിയാത്തൊരു അവസ്ഥയിലോട്ട് എത്തുന്നതാണ് അൽഷീമേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം. നെക്സ്റ്റ് വൺ ഈസ് പാർക്കിൻസൺ. പാർക്കിൻസന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. തലച്ചോറിൽ ചില പ്രത്യേക ഗാംഗ്ലിയോൺസുകൾ നശിക്കുന്നത് മൂലം ഡോപ്പമൈൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. അതായത് ഡോപ്പമൈൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഈ ഡോപ്പമൈൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഡോപ്പമൈനിന്റെ ഉൽപാദനം കുറയും. ഇത് കാരണമാണ് പാർക്കിൻസൺ ഉണ്ടാകുന്നത്. പാർക്കിൻസന്റെ സിംറ്റം എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ബോഡി ബാലൻസ്, ശരീരത്തിന്റെ ബോഡി ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽ, നമ്മുടെ പേശിയുടെ റെഗുലർ അല്ലാത്ത മൂവ്മെന്റ്. ഷിവറിംഗ് ഓഫ് ദ ബോഡി, ശരീരം വിറക്കുക. പ്രൊഫ്യൂസ് സലൈവേഷൻ, നമ്മുടെ സലൈവേഷൻ മുന്നിൽ പ്രൊഫ്യൂസ് ചെയ്യുക. എപ്പിലെപ്സി, നെക്സ്റ്റ് വൺ ഈസ് എപ്പിലെപ്സി. എപ്പിലെപ്സി പറഞ്ഞാൽ അവസ്മാരം. അവസ്മാരം നിങ്ങൾ ഒരുപാട് കണ്ടു കേട്ടതാണ്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ദ ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ ഇസ് ദ കോസസ് ഓഫ് എപ്പിലെപ്സി. അവസ്മാരത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയ ഇലക്ട്രിക് ചാർജ് തലച്ചോറിലോട്ട് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലോട്ട് ബ്രെയിനിലോട്ട് കണ്ടിന്യൂസ് ആയുള്ള ഇലക്ട്രിക് ഫ്ലോ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള റെഗുലർ അല്ലാത്ത ഇലക്ട്രിക് ഫ്ലോ, ഇവർ ഏതെങ്കിലും ഒരു കാരണമാണ് അവസ്മാരം ഉണ്ടാകുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ നമ്മുടെ മസ്കുലർ കോൺട്രാക്ഷൻ, നമ്മുടെ പേശി സങ്കോചം മൂലം ഉണ്ടാകുന്ന സണ്ണി. പിന്നെ ഫ്രോത്തി ഡിസ്ചാർജ്, അതായത് നുരയും പതയും വായിൽ നിന്ന് ഒഴുകുക. പിന്നെ ക്ലഞ്ചിങ് ഓഫ് ദ ടീത്ത്, പല്ല് കടിച്ചു പിടിക്കുക. ഇവയെല്ലാം കാരണം ഈ രോഗി ബോധമില്ലാതെ, അൺകോൺഷ്യസ് ആകുന്നു, ബോധമില്ലാതെ ആകുന്നു. ഇതാണ് എപ്പിലെപ്സിയുടെ ലക്ഷണം. ഈ ഒരു വീഡിയോ കഴിയാണ്, ഈ ഒരു പാഠം കഴിയുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളായി കമൻറ്റ് ചെയ്യുക, തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഉപകാരപ്രദമാകുന്ന ആൾക്കാർക്ക് കഴിയുമാതി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് അങ്ങനെയാണ് കിട്ടാനുള്ളത്. അപ്പോൾ എന്നെ കഴിയുമാതി സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.